നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണല്ലേ യാത്ര ചെയ്യാറുള്ളത്. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് അപകടത്തിൽപ്പെട്ട 2 ഡോക്ടേഴ്സിൻ്റെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് സെറ്റിങ്സ് ചെയ്യാമെന്നായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ലൊക്കേഷൻ ഓൺ ചെയ്യാം, എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ലൊക്കേഷൻ ഓൺ ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന ഈ ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു പമ്പ വരെ പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗുരുവായൂർ, വൈക്കം, എരുമേലി, അതുപോലെ നമുക്ക് പമ്പ, ഇങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഫസ്റ്റ് നമ്മൾ ഗുരുവായൂർ സെറ്റ് ചെയ്യാം. ഗുരുവായൂർ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു സ്റ്റോപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം. വൈക്കം നമുക്ക് ആഡ് ചെയ്യാം. വൈക്കം മഹാദേവ ടെമ്പിൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ഇത് എന്നുള്ളത് നമ്മൾ എരുമേലി ധർമ്മശാസ്ത്ര ടെമ്പിൾ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പമ്പയാണ് പിന്നെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പമ്പ കൂടി സെറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഇപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ പമ്പയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വഴിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇത്രയും ദൂരം നമുക്ക് എത്ര കിലോമീറ്ററാണ് കാണിക്കുന്നത്? 279 കിലോമീറ്ററാണ്. ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് കാണിക്കുന്നുണ്ട്, 2-3 റൂട്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ അപകടങ്ങൾ ഒഴിവാക്കി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാനുണ്ട്. ഇവിടെ ഈ 3 ബട്ടൺ കണ്ടില്ലേ, ഈ 3 ഇതിൽ കണ്ടില്ലേ 3 ഡോട്ട്, ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്ഷൻസ് എടുക്കുക. ഈ ഓപ്ഷൻസ് എടുക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ അവോയ്ഡ് ടോള്, അവോയ്ഡ് മോട്ടോർവേ, അവോയ്ഡ് ഫെറീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അവോയ്ഡ് ഫെറീസ് നമ്മൾ ഓൺ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് നമുക്ക് ഇതേപോലെ കായലുകളും കുളങ്ങളും ഒന്നും ഇല്ലാത്തൊരു ഏരിയയിൽ കൂടെ ആയിരിക്കും നമുക്ക് ഈ റൂട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ അതൊരു സേഫ് അല്ല, കാരണം നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇതൊക്കെ ഓൺ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ നമ്മൾ അവോയ്ഡ് ടോൾസ് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ഈ ടോൾ കൊടുത്ത് ഒഴിവാക്കുന്നതൊക്കെ പോവുകയാണെങ്കിൽ അവോയ്ഡ് ടോൾസ് ഓണാക്കി വയ്ക്കാം. അതേപോലെ തന്നെ നമ്മൾ അവോയ്ഡ് മോട്ടോർ വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ഈ വണ്ടികളൊന്നും പോവാത്ത ഒട്ടും തിരക്കില്ലാത്ത വഴികൾക്ക് കൂടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോട്ടോർ വേസ് നമുക്ക് ഓൺ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്കതിൽ ഓരോ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ പെട്ടെന്ന് ബാറ്ററി തീരുന്നതായിട്ട് നമുക്ക് യാത്ര ചെയ്യാനാണ്. കാരണം നമ്മൾ ആ സമയത്തെല്ലാം നമ്മൾ ഡാറ്റ എല്ലാം ഓൺ ചെയ്തിട്ടാണ് നമ്മുടെ മാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മാപ്പ് ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ്ലൈനായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡാറ്റ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഫ്ലൈൻ മാപ്പ് എടുക്കുക. അപ്പോൾ ഈ സെലക്ട് യുവർ ഓൺ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും ഏരിയയാണ് നമ്മൾ പോകേണ്ട ഒരു ഏരിയ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എളുപ്പമായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇനി നമുക്കിതിൻ്റെ അടുത്ത സെറ്റിങ്സ് എന്തൊക്കെ ബാക്കി നോക്കാം. അതായത് ഇപ്പോൾ ഈ വലതുവശത്ത് മുകളിൽ കാണുന്ന ഈ ഒരു ഡോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ നാവിഗേഷൻ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ നാവിഗേഷൻ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇത് നമ്മുടെ സൗണ്ടിൻ്റെയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, സോഫ്റ്റർ, നോർമൽ, ലൗഡർ. അതായത് നമുക്കിതിങ്ങനെ ഫസ്റ്റ് റൈറ്റ്, ഫസ്റ്റ് ലെഫ്റ്റ് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ. ഇത് നമുക്ക് കുറച്ച് ലൗഡറായിട്ട് നമ്മൾ ബൈക്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൗഡർ സെറ്റ് ചെയ്യാം. കാറിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് നോർമലി സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് ഈ ഗൈഡൻസിൻ്റെ ഇത്. ഇവിടെ നമുക്ക് ഇത് കണ്ടില്ല, ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് നമുക്ക് നോർമലി റൈറ്റ്, ലെഫ്റ്റ് എന്നൊക്കെ പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് വോയിസ് കേൾക്കാം. Your destination will be on the right. കണ്ടില്ലേ, ഇത് നമുക്കിപ്പോൾ ഇംഗ്ലീഷാണ് പറയാം. അപ്പോൾ ഇത് നമുക്ക് ഇംഗ്ലീഷിൽ വേണ്ട, നിങ്ങൾക്കത് മലയാളത്തിൽ കേൾക്കണം, അങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ ഇത് മലയാളം സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ടെസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ വലതുവശത്തായിരിക്കും. കേട്ടില്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് മലയാളമാക്കി വയ്ക്കാം, നമുക്ക് സൗകര്യത്തിന് വേണ്ടി ആക്കി വയ്ക്കാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജേണീൻ്റെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഓൺ ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ നമുക്കൊരു ഫോൺ കോൾ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അലേർട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളിത് ഓൺ ചെയ്ത് വെക്കേണ്ടതായിരിക്കാം.
ഇനി ഇവിടെ വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മൾക്കിപ്പോൾ ഇത് നമ്മൾ ഡ്രൈവിംഗ് മോഡിൽ നമ്മൾ ഇത് ഓൺ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡെസ്റ്റിനേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അവിടെ ഹേ ഗൂഗിൾ ഡിറ്റക്ഷൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹേ ഗൂഗിൾ കണ്ടില്ലേ, ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വന്നു. ഷോ മീ ദ നിയറസ്റ്റ് കോഫി ഷോപ്പ്. കണ്ടില്ലേ, ഇപ്പം നമുക്ക് നമ്മുടെ നിയറസ്റ്റ് ഉള്ള കോഫി ഷോപ്പുകളെല്ലാം ഇത് കാണിച്ചു തരാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്രയിലിടയിൽ നമുക്ക് ഫോണിൽ ടൈപ്പ് ചെയ്യാൻ ടൈമില്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്കിതിൻ്റെ അടുത്ത സെറ്റിങ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിൽ വീണ്ടും നമുക്ക് നാവിഗേഷൻ സെറ്റിങ്സിൽ വരാം. ഇനി നമ്മളുടെ ഫ്യൂൾ എഫിഷ്യൻറ്റ് റൂട്ട്സ് കണ്ടില്ലേ, അതായത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് നമുക്ക് 2 വഴികളുണ്ട് യാത്ര. അപ്പോൾ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് വഴി കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് വഴി ഫ്യൂൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് കാണിക്കും. അതേപോലെ നമ്മുടെ വണ്ടി ഏതാണ്, എൻജിൻ ഓയിൽ നമുക്ക് ഫ്യൂൾ ഏതാണെന്നുള്ളത് നമുക്ക് പെട്രോൾ ആണോ ഡീസലാണോ നമ്മുടെ ഇതാണ് നമുക്ക് സെലക്ട് ചെയ്ത് വയ്ക്കുന്നതും നമുക്ക് ഫ്യൂൾ എഫിഷ്യൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഇനി നമ്മുടെ ടോളിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയും നമുക്ക് ഇതിങ്ങനെ കാണിച്ചു തരും നമ്മളിത് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ അതും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇത് നമുക്ക് മാപ്പിൻ്റെ ഡിസ്പ്ലേ നമുക്കൊരു ഡേ വേണോ നൈറ്റ് വേണോ, അത് നമുക്കറിയാം. രാത്രി ഒരു 7 മണി 8 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് തീമിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് 24 hours നിങ്ങൾ എപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുപോലെ ആവണം എന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ആക്കി വയ്ക്കാം. ഇപ്പോൾ ഞാനിത് നൈറ്റ് എന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയാണ്. അപ്പോൾ ഇതെങ്ങനെ കാണിക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് പോകുക, എന്നിട്ട് ഇടത്തോട്ട് തിരിയുക. കണ്ടില്ലേ, ഇപ്പം മലയാളം സെറ്റ് ചെയ്തുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത്. സ്ക്രീൻ കണ്ടില്ലേ, സ്ക്രീൻ അത് ഒരു ഡാർക്ക് തീമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ ചെയ്തു വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ സൗകര്യമാണ്. ഏത് വേണമെങ്കിലും നമുക്ക് കളർ തീം സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ഡിസ്റ്റൻസ് നമുക്ക് ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കും. അല്ലെങ്കിൽ കിലോമീറ്ററിൽ വേണോ മൈൽസിൽ വേണോ നമുക്ക് ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് കാണിക്കണത് അങ്ങനെ കാണിച്ചു തരുന്നതും. അതുപോലെ നോർത്ത് സൈഡ് അപ്പാന്നുള്ളത് അങ്ങനെ കാണിച്ചു തരും. ഇനി നമ്മുടെ സ്പീഡോമീറ്റർ നമ്മൾ പോകുന്നത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീഡോമീറ്റർ. അടുത്ത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ETA എന്ന് പറയുന്നത്, എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ. അപ്പോൾ നമ്മളൊരു യാത്ര തുടങ്ങി നമ്മൾക്ക് അത് എത്ര സമയത്തിനുള്ളിൽ എത്തും എന്നുള്ളത് നമുക്കിങ്ങനെ ഇത് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും. അപ്പോൾ അതും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ബ്ലൂടൂത്ത് ടണൽ ബീക്കൺസ്. അപ്പോൾ നമ്മളിത് ടണൽ വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് GPS-ൻ്റെ ഒരു ആക്യുറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ടണലുകളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അതിൽ വലിയൊരു കാര്യമില്ല. അപ്പോൾ ടണലുകളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇത് ഓൺ ചെയ്ത് വെക്കുന്നത് നമുക്ക് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ അടുത്തൊരു കാര്യം, നമ്മളിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ഓടിക്കുന്ന ആളുകളാണ് വിചാരിക്കുക. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ഓടിക്കുന്ന ആളുകൾ ഇവിടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് സോക്കറ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഏതെല്ലാം ഭാഗത്തു കൂടെയാണ് ഈ സോക്കറ്റെല്ലാം അവൈലബിൾ ആയിട്ടുള്ള EV ചാർജിങ് സ്റ്റേഷൻസ് ഉള്ളതും കൂടി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇതൊന്നും അറിയാതെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അവർക്കെല്ലാം ഇത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കാൻ മറക്കല്ലേ കേട്ടോ. വീണ്ടും നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. Thanks for watching.